രാഹുലിൻ്റെ പാരമ്പര്യം രാജ്യത്തിന് വേണ്ടി ചിതറിത്തെറിച്ച പാരമ്പര്യമാണ്. ഭാരതമണ്ണിൽ രക്തം കൊണ്ട് കുഴച്ച് പടുത്തുയർത്തിയ പാരമ്പര്യം പേറുന്ന ആത്മബോധത്തിൻ്റെ പേരാണ് നെഹ്റു ഗാന്ധി കുടുംബം എന്നത്. രാജ്യത്തെ ചുട്ടുപൊള്ളിക്കുന്ന വർഗീയതയുടെ ലാവയിൽ കൊണ്ടെത്തിച്ചവരാണ് BJP സംഘപരിവാർ മിത്രങ്ങൾ. അതിലൊരു മിത്രം ഒരു ഉളുപ്പുമില്ലാതെ വിളിച്ചു പറയുകയാണ് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിയുടെ നെഞ്ചത്ത് വെടിയുണ്ട വീഴ്ത്തും എന്ന്. നാഥുറാം ഗോഡ്സെയുടെ വക്താവായി മാറാൻ ശ്രമിച്ച ആ BJP-ക്കാരൻ്റെ പരസ്യ പ്രസ്താവന രാജ്യം ഞെട്ടലോടെയാണ് കേട്ടത്. കാക്കി ട്രൗസറും കുറുവടിയുമായി വർഗീയ വേട്ടക്കിറങ്ങി ഹൈന്ദവന്റെ വർഗീയ വികാരങ്ങളെ ഉണർത്തിയും രാജ്യത്തിന്റെ മതേതരത്വത്തെ വ്രണപ്പെടുത്തിയും നേടിയ അധികാര സിംഹാസനങ്ങൾ അഹങ്കാരത്തിന്റെ വിഡ്ഢിത്തങ്ങളുടെയും വിഴുപ്പ് ചുമക്കാൻ വേണ്ടി മാത്രമായി മാറ്റിയ BJP-യുടെ വായിൽ നിന്നും ഇതിലും നല്ല പദങ്ങൾ ഒരിക്കലും പുറത്തു വരില്ല എന്ന് നമുക്ക് കൃത്യമായിട്ടറിയാം. കേന്ദ്രം ഭരിക്കുന്നത് കൊണ്ട് മാത്രം ഇങ്ങ് കേരളത്തിന്റെ മൂലയിൽ കിടക്കുന്ന ഞാഞ്ഞൂലുകൾ പോലും പത്ത് വിടർത്തി ആടുന്ന വിഷക്കാലമായി മാറിക്കഴിഞ്ഞു. ഇപ്പോൾ രാജ്യത്തിനു വേണ്ടി സ്വജീവൻ ബലിയർപ്പിച്ച കുടുംബത്തിലെ കണ്ണിയായ രാജ്യം ആദരിക്കുന്ന രാഹുൽ ഗാന്ധി എന്നല്ല, ഒരു കോൺഗ്രസ്സുകാരന്റെ മുന്നിൽ പോലും വരാൻ അർഹതയില്ലാത്ത സംഘപുത്ര. ശൂലവും വാളും കുറിയും കൊണ്ട് രാജ്യത്തിന്റെ മാറിൽ നിങ്ങൾ വെട്ടി മുറിവേൽപ്പിക്കുമ്പോൾ ആ മുറിവിന്റെ വേദന രാജ്യമൊട്ടാകെ പടരാതെ ലേപനം ചെയ്ത ആശ്വാസത്തിന്റെ പേരാണ് കോൺഗ്രസ്. ആ കോൺഗ്രസിന്റെ ഇളം തലമുറയാണ് രാഹുൽ ഗാന്ധി. രാജ്യത്തെ ഇന്ന് പൊതിഞ്ഞു പിടിക്കാൻ ശേഷിയുള്ള, നാളെ വിശ്വാസത്തോടെ രാജ്യത്തെ ഏൽപ്പിച്ചു കൊടുക്കാൻ കഴിയുന്ന ഏക ഇന്ത്യക്കാരനാണ് രാഹുൽ ഗാന്ധി. BJP-യുടെ ഈ കൊലവിളിക്കെതിരെ നിയമപരമായ ഒരു നീക്കം പോലും നടത്താൻ സംസ്ഥാന പോലീസ് തയ്യാറായില്ല എന്നതുകൊണ്ട് വ്യക്തമാവുന്നത് BJP-CPM അവിശുദ്ധ ബന്ധത്തിന്റെ തെളിവാണ് എന്നാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞത്. KPCC അധ്യക്ഷൻ സണ്ണി ജോസഫും രൂക്ഷമായി പ്രതികരിക്കുകയുണ്ടായി. ചരിത്രം സാക്ഷി പറയുന്ന ഒരു കുടുംബത്തിന്റെ രക്തസാക്ഷിത്വം ഒരിക്കലും ഇന്ത്യക്ക് നിഷേധിക്കാൻ കഴിയില്ല. ജനങ്ങളുടെ പ്രതീക്ഷയായ ജനാധിപത്യത്തിന്റെയും മതേതരത്വത്തിന്റെയും വോട്ടവകാശത്തിന്റെയും സംരക്ഷകനായി, പൗരാവകാശത്തിന്റെ സംരക്ഷകനായി, പാർലമെന്റിനകത്തും പുറത്തും ജനത്തിനായി നിലകൊള്ളുന്ന ഈ രാഹുൽ ഗാന്ധിക്കെതിരെ പരസ്യമായി വധഭീഷണി മുഴക്കിയ ഒരാൾക്കെതിരെ കേരള സർക്കാർ മൗനം പോകുകയാണ് എന്നത് പ്രതിഷേധാർഹമാണ് എന്നാണ് സണ്ണി ജോസഫ് പറഞ്ഞത്. രാഹുൽ ഗാന്ധിയെ പോലെ കോൺഗ്രസിന്റെ അനുച്ഛേദ്യനായ ഒരു നേതാവിനെ പരസ്യമായി വെല്ലുവിളിക്കുമ്പോൾ സംസ്ഥാനത്തിന്റെ ആഭ്യന്തര വകുപ്പ് BJP-യെ പ്രോത്സാഹിപ്പിക്കുന്ന നയമാണ് കൈക്കൊള്ളുന്നത്. ഇത് കാലങ്ങളായുള്ള BJP-CPM കൂട്ടുകെട്ടാണ് എന്ന് PK കുഞ്ഞാലിക്കുട്ടിയും തുറന്നടിച്ചു. കറുത്ത കുപ്പായമിട്ടാലും റോഡിന്റെ സൈഡിൽ നിന്ന് മുഖ്യന്റെ വാഹന വ്യൂഹത്തിന് നേരെ കൈ ഉയർത്തിയാലും കേസെടുക്കുന്ന ഒരു ആഭ്യന്തര വകുപ്പ് പക്ഷെ ഇത് അറിഞ്ഞില്ലാത്രേ. ഇത് തികച്ചും വിരോധാഭാസം തന്നെയാണ്. നിയമസഭയിൽ ഈ വിഷയം ഉയർത്തിക്കൊണ്ട് വന്നപ്പോൾ സ്പീക്കർ കൈക്കൊണ്ട നടപടിയും ഞെട്ടിക്കുന്നതാണ്. സത്യത്തിൽ കേന്ദ്രത്തെ, BJP-യെ, നരേന്ദ്രമോദിയെ ഭയക്കുന്ന ഒരു സർക്കാരാണ് കേരളത്തിലുള്ളത്. മോദിയുടെ നിയന്ത്രണത്തിലുള്ള കേന്ദ്ര ഏജൻസികളെ ഭയന്നാണ് പിണറായി സർക്കാർ കേരളം ഭരിക്കുന്നത് എന്ന് പ്രതിപക്ഷം ആണയിട്ട് പറഞ്ഞു. റൂൾ 50 നോട്ടീസായി പ്രശ്നം സഭയിൽ കൊണ്ടുവന്നപ്പോഴാണ് സ്പീക്കർ അതിനെ അവഗണിച്ചത്. രാഹുൽ ഗാന്ധിയുടെ പേര് പോലും പരാമർശിക്കാൻ സ്പീക്കർ കൂട്ടാക്കിയില്ല എന്നും അദ്ദേഹം പറഞ്ഞു. മഹാത്മാഗാന്ധിയുടെ നെഞ്ചത്ത് തറച്ചു കയറിയ ആ വെടിയുണ്ടയാണ് വീണ്ടും നാഥുറാം ഗോഡ്സെയുടെ ആരാധക വൃന്ദങ്ങൾ ഇന്ന് സംപൂജ്യമായി കരുതുന്നത്. അന്ന് ചതിയുടെ, വിശ്വാസത്തിന്റെ, പ്രാർത്ഥനയുടെ പശ്ചാത്തലത്തിലാണ് അത് സംഭവിച്ചത് എങ്കിൽ ഇനി അത് ഒരിക്കലും രാജ്യത്ത് സംഭവിക്കാൻ അനുവദിക്കില്ല എന്ന് കോൺഗ്രസ് പറയുന്നു. ഞങ്ങൾ കോൺഗ്രസുകാർ രാഹുൽ ഗാന്ധിയെ പൊതിഞ്ഞു പിടിക്കും. ശക്തരായ ഒരു പട തന്നെയുണ്ട്. അത് ഏതു ഉന്നതനായ BJP-ക്കാരനാണ് എങ്കിലും ഒരു ചെറു വിരലനക്കാനുള്ള ശേഷി നിങ്ങൾക്കുണ്ടാവില്ല. ഹിമാലയ മേരുക്കൾ പോലെ ഞങ്ങൾ രാഹുലിന് ചുറ്റുമുണ്ടാകും. ഏത് അവിശുദ്ധ കൂട്ടുകെട്ടിനെയും ഞങ്ങൾ ഭയക്കുന്നില്ല. കാരണം രാഹുൽ ഗാന്ധി ഇന്നലെ പൊട്ടിമുളച്ച ഒരു യോദ്ധാവല്ല, ചരിത്രം പേറുന്ന ഇന്ത്യയുടെ രക്ഷകനാണ്. ആ രക്ഷകനിൽ ഞങ്ങൾ ഇന്ത്യയെ ഏൽപ്പിക്കുകയാണ് എന്ന് ഇന്ത്യൻ ജനം വിശ്വാസപൂർവം പറയുമ്പോൾ ഇന്നലത്തെ മഴയത്ത് മുളച്ചു പൊന്തിയ തകരച്ചെടിയുടെ അഹങ്കാരത്തെ തെല്ലും ഞങ്ങൾ ഭയക്കുന്നില്ല എന്ന് കൂടി കോൺഗ്രസുകാർ കൂട്ടിച്ചേർക്കുകയാണ്. രാഹുൽ ഗാന്ധി ഇന്നൊരു വികാരമാണ് രാജ്യത്ത്. കേന്ദ്ര സർക്കാരിന്റെ പൊള്ളയായ വാഗ്ദാനങ്ങളും ഊതിവീർപ്പിച്ച പൊള്ളയായ പ്രൊപ്പഗാണ്ടയും ജനാധിപത്യത്തെ അട്ടിമറിക്കുന്ന വോട്ട് കൊള്ളയും
അദാനി അംബാനി നീരദ്മാർക്ക് ഇന്ത്യയുടെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ വീതം വെച്ച് നൽകിയ അഴിമതിയുമടക്കം വെളിയിൽ കൊണ്ടുവന്ന രാഹുൽ ഗാന്ധി ഇന്ന് കേന്ദ്ര സർക്കാരിൻ്റെ കല്ലുകടിയാണ്. ഇത് അവസാനിപ്പിക്കാനല്ല രാഹുലിൻ്റെ തീരുമാനം, ഇത് രാജ്യത്തൊട്ടാകെ പടർത്താനാണ്, രാജ്യത്തെ വീണ്ടെടുക്കാനാണ്. ഭീഷണി രാഹുലിനൊരു പുത്തരിയല്ല. രാജ്യത്തിന് വേണ്ടി ഏത് ഭീഷണികളെയും തൃണവൽക്കരിച്ചുകൊണ്ട് മുന്നേറാൻ ഇന്നു രാഹുൽ പ്രാപ്തനായി കഴിഞ്ഞു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ബട്ടണിലെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്.